ഇന്നത്തെ ഒരു ഹാഫ് മന്ത് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു. ഹാഫ് മന്ത് എന്ന് പറയുമ്പം 6 മന്ത്സ് ആകുമ്പം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. നേരത്തെ ഒന്നും ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം ഹാഫ് മന്ത് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഹാഫ് മന്ത് സെലിബ്രേഷൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. നേരത്തെ 2 പ്രാവശ്യം എനിക്ക് ഓർഡർ വന്നിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ റേറ്റൊക്കെ പറയുമ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പം അവർക്ക് ആ റേറ്റൊക്കെ കൂടുതലാണെന്ന് പറയും. ഇത് നമ്മളൊരു ഫുൾ കേക്ക് ഉണ്ടാക്കി അത് ഹാഫായിട്ട് കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വന്ന് കുറേ സമയം എടുക്കും ഇതൊക്കെ ഷേപ്പൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ അത്രയും സമയവും ഒക്കെ ചിലവാകുവാണ്. അപ്പം ചിലരോട് ഇതൊന്നും പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഞങ്ങൾ ഹാഫ് മന്തിന് ഹാഫ് kg കേക്കല്ലേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ലാസ്റ്റിൽ സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം 3/4 കിലോയിലും കൂടുതൽ കേക്കുണ്ട്. ഹാഫ് kg പറഞ്ഞത്. പക്ഷേ നമ്മളൊരു ഹൈറ്റിലൊക്കെ വന്ന് സെറ്റ് ചെയ്യണം. ഒരു ഇച്ചിരി വൃത്തിക്കൊക്കെ ആക്കി വരുമ്പോഴത്തേനും വെയിറ്റൊക്കെ കൂടി വരും. പക്ഷേ അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എല്ലാവർക്കും കേക്കിന് റേറ്റ് കുറഞ്ഞിരിക്കണം, എന്നാൽ ഡെക്കറേഷൻസൊക്കെ ഒരുപാട് വേണം താനും. അങ്ങനെ പലപ്പോഴും സംസാരിച്ചിട്ട് ആ ഓർഡറൊക്കെ ക്യാൻസലായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു കേക്ക് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊന്ന് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി വിളിച്ച് ചേച്ചി മോൻ്റെ ഹാഫ് മന്തൊക്കെ കഴിഞ്ഞ് വന്നാൽ എനിക്കൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി റേറ്റ് ഉള്ളതൊന്നും വേണ്ട, എന്നെങ്കിലും കുറച്ച് ഡെക്കറേഷൻസൊക്കെ വേണം, ഒരു റെഡ് ടെഡി, ഒരു ഏണി അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു ആ കുട്ടിയുടെ ആഗ്രഹമല്ലേ, പൈസ മാത്രമല്ലല്ലോ, നമുക്ക് പലരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പറഞ്ഞിരുന്ന ഒരു ടെഡിയും ഒരു ഏണിയും മതിയെന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ ആ ടെഡിയും ഏണിയും വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. അപ്പം ഞാൻ കുറച്ച് സ്റ്റാർസും കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻസ് കൂടെ കൊടുത്തു. നമ്മൾ ഈ ചെറിയ കേക്കാണെന്ന് പറഞ്ഞാലും നമ്മുടെ സമയവും പിന്നെ അതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ നല്ല എക്സ്പെൻസ് തന്നെയുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ പലർക്കും പറയുമ്പോൾ അതൊന്നും മനസ്സിലാകത്തില്ല. എല്ലാവർക്കും വില കുറഞ്ഞ കേക്ക് വേണം, എന്നാൽ നല്ല കാണാൻ ഭംഗിയും വേണം. അത് പലപ്പോഴും നടക്കത്തില്ല. എന്നാലും നമ്മളുടെ ഒരു ഇത് വെച്ചിട്ടങ്ങ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ചെയ്ത ഈ ഹാഫ് മന്തിൻ്റെ കേക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞിരുന്നു ആ കുട്ടിയോട് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് തരണമെന്ന്. പക്ഷേങ്കിൽ കുഞ്ഞ് ഭയങ്കര വഴക്കും ഒക്കെ ആയിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ചെറിയൊരു ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം കൊച്ചു പിള്ളേരല്ലേ, അവർ വീഡിയോ കട്ട് ചെയ്യാനൊന്നും നിൽക്കാറില്ല സാധാരണ. അതുകൊണ്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കിട്ടിയില്ല. ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. ഈ ഹാഫ് മന്ത് സെലിബ്രേഷൻ കേക്ക് എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു ഫോർ വാച്ചിങ്.